യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗത്തിനുള്ള നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നിലമ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നിലമ്പൂർ മേഖലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗത്തിനുള്ള നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നിലമ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതുമൂലം നിരവധി കലാപ്രവർത്തകർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്. നാടകം, നാടൻപാട്ട്, ഗാനമേള, നൃത്തപരിപാടികൾ തുടങ്ങിയ കലകൾ അവതരിപ്പിച്ച് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് വേദികൾ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടെന്നും സമ്മേളനം ചൂണ്ടിക്കാണിച്ചു. വായനശാലകൾ, ക്ലബ്ബുകൾ, മറ്റ് സാംസ്കാരിക സംഘടനകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന കലാപരിപാടികൾക്കും ഇത് തിരിച്ചടിയാണ്. സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി. അന്തരിച്ച നൃത്താധ്യാപികയും നന്മ സർഗവനിത ജില്ലാ പ്രസിഡന്റുമായ ഗീതാകുമാരനെ അനുസ്മരിച്ച് മാധ്യമപ്രവർത്തകരും അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റുമായ ടി.കെ. സതീശൻ പ്രസംഗിച്ചു. അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട, ജില്ലാ സെക്രട്ടറി സജിത് വി പൂക്കോട്ടുംപാടം, ജില്ലാ വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ഉദയഭാനു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജയരാജ് തണൽ, രാജീവ് പൂക്കോട്ടുംപാടം, നിലമ്പൂർ സുരേഷ്, ഫൂലൻദേവി എന്നിവർ പ്രസംഗിച്ചു. എ ഭാഗ്യരാജ, ബാബുരാജ് പാലോട്, രാജേഷ് അമരമ്പലം, സി സജിൻ, സജീവ് മുതുകാട്, അഫ്സൽ ചുങ്കത്ര, സുധാ നിലമ്പൂർ, ജോൺ സുകുമാരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.